ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. നമ്മുടെ SSC MTS എക്സാം ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഫെബ്രുവരി 4 നിങ്ങളുടെ SSC MTS എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനു മുൻപുള്ള പ്രക്രിയയാണ് അല്ലെ ഈ വർഷം മുതൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് സ്ലോട്ട് സെലക്ഷൻ. അപ്പോ നമ്മുടെ എക്സാം ഡേറ്റ് എന്നായിരിക്കണം അവര് പറയുന്ന ഡേറ്റുകളിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സ്ലോട്ട് ബുക്കിംഗ് എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSC MTS എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്ലോട്ട് ബുക്കിംഗ് SSC ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അറിഞ്ഞിട്ടില്ലാത്തവരൊക്കെ നിങ്ങളുടെ സ്ലോട്ടുകൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. അപ്പോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ SSC കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റിലീസ് ചെയ്തു. അപ്പൊ എന്താണ് സംഭവം? സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ബൈ ദി കാൻഡിഡേറ്റ്സ് ഫോർ ദി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഓഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അല്ലെ. അപ്പൊ MTSന്റെ സ്ലോട്ട് സെലക്ഷന്റെ ബുക്കിംഗ് അല്ലെങ്കിൽ സ്ലോട്ട് സെലക്ഷൻ എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ എക്സാം എന്ന് സ്റ്റാർട്ട് ചെയ്യും ഫെബ്രുവരി 4 മുതൽ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഈ സിറ്റി സെലക്ട് ചെയ്യാൻ, ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു സ്ലോട്ട് ബുക്കിംഗ് SSC ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് തരിക? ദ കമ്മീഷൻ ഹാസ് എക്സ്റ്റെൻഡഡ് ദ ഫെസിലിറ്റി ഓഫ് ചൂസിംഗ് ദി എക്സാമിനേഷൻ സിറ്റി ആൻഡ് ബ്ലോക്ക് ഓഫ് ഡേറ്റ്സ് ആസ് പെർ കാൻഡിഡേറ്റ് ചോയ്സ്. അപ്പൊ നിങ്ങളുടെ ചോയ്സിന് അനുസരിച്ചുള്ള എക്സാമിനേഷൻ സിറ്റിയും അതുപോലെ തന്നെ ആ ഡേറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. പക്ഷേ ഷിഫ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സാം സിറ്റിയും അതുപോലെ ഡേറ്റും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് നിങ്ങളുടെ SSC സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്ലോട്ട് നിങ്ങളുടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സ്ലോട്ട് ബുക്കിംഗ് കഴിഞ്ഞ 16 മുതൽ അതായത് ജനുവരി 16 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ന് വരെയാണ് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുക? ജനുവരി 25 വരെ, 25 രാത്രി 11 മണി വരെ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. അപ്പൊ ഈ ഒരു സ്ലോട്ട് ബുക്കിംഗ് കൺഫേം ആക്കിയാൽ മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണത് ബുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ SSCയുടെ ഒഫീഷ്യൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന നിങ്ങളുടെ ലോഗിൻ പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അല്ലെ. അപ്പൊ അതില് നിങ്ങൾ മൈ ആപ്ലിക്കേഷൻസ് എടുക്കുക. സോ മൈ ആപ്ലിക്കേഷൻസ് എടുക്കുക. മൈ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ അയച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ നിങ്ങളുടെ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന ആ ഒരു ബോക്സ് അത് എന്താണ് വരും. അപ്പൊ അത് സെലക്ട് ചെയ്യുക. അപ്പൊ അതില് നിങ്ങൾക്ക് എന്താണ് സിറ്റിയും ഡേയും സെലക്ട് ചെയ്യാനായിട്ടുള്ള കുറെ ബ്ലോക്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതില് നിങ്ങൾ നിങ്ങളുടെ സിറ്റിയും സെലക്ട് ചെയ്യുക. അപ്പൊ സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏത് ബ്ലോക്ക് ആണോ വേണ്ടത്, അതായത് ഡേ ഏത് ഡേ ആണോ വേണ്ടത് ആ ഡേ സെലക്ട് ചെയ്താൽ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റി സെലക്ട് ചെയ്യാം. അപ്പൊ ചില ഡേറ്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല, കാരണം അത് ഓൾറെഡി സ്റ്റുഡൻസ് ബുക്ക് ചെയ്തത് ഫിൽ ചെയ്യുക. ആ ഡേയ്സിൽ ഇനി എക്സാം നോക്കാൻ പറ്റില്ല. അപ്പോ ബാക്കിയുള്ള നിങ്ങൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേ സെലക്ട് ചെയ്യുക. അത് ഓക്കെ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ദെൻ ഒരു OTP വരും, നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ OTP വരും. ആ ഒരു OTP സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ലോട്ട് ബുക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിന്നീട് എല്ലാം കംപ്ലീറ്റ് ആയി കൺഫേം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ പോയി നിങ്ങൾ സെലക്ട് ചെയ്ത സ്ലോട്ടും ഡേ ഡീറ്റെയിൽസ്, അതായത് സിറ്റി ആൻഡ് ഡേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഷിഫ്റ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല, ഡേ ആൻഡ് എന്താണ് സിറ്റിയും സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ, ഷിഫ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ കൺഫേം ആയതിനു ശേഷം ആ ഡാഷ്ബോർഡിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ കൺഫേം ആയി കൊടുത്തോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇത്രയുള്ള പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ പ്രിഫറൻസ് വെച്ചതനുസരിച്ചുള്ള സിറ്റികളായിരിക്കും അവിടെ വരിക. നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രിഫറൻസ് വെച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അത് ബേസ് ചെയ്തിട്ടായിരിക്കും അതിൽ വരിക. അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി, ഒരു പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം അത് ഓൾറെഡി ഫില്ലായി, ബാക്കി സ്റ്റുഡൻസ് എടുത്ത് ഫില്ലായിട്ടുണ്ടാകും. ബട്ട് പ്രശ്നമില്ല, ബാക്കി ഉള്ളതെങ്കിലും സെലക്ട് ചെയ്യുക. എന്റേത് കിട്ടിയില്ല എന്ന് ഞാൻ വേറെ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വരരുത്, അത് എന്തായാലും കൊടുക്കുക. സോ പ്രിഫറൻസ് കൊടുത്ത് OTP വെരിഫിക്കേഷൻ വന്നതിന് ശേഷം കൺഫേം കൊടുക്കുക. ലാസ്റ്റ് ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത സിറ്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു എന്താണ് ഇപ്പൊ നിങ്ങൾ ചെയ്ത സ്ലോട്ട് അത് എന്താണ് ഫൈനൽ ആയിരിക്കും. പിന്നീട് അതിൽ മോഡിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് വരുത്താനായിട്ട് സാധിക്കില്ല. നോ ഫർദർ ചേഞ്ചസ് ടു ദി സെലക്ടഡ് സ്ലോട്ട് വിൽ ബി അലൗഡ്.
അലൗഡ് ആൻഡ് നോ റെപ്രസെന്റേഷൻ വിൽ ബി എന്റർടൈൻഡ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത സ്ലോട്ടും ആ സിറ്റി ഒക്കെ ഫൈനൽ ആയിരിക്കും. അതുപോലെ സിറ്റി ലൈവ് ആ ഒരു ഫൈനൽ ഇത് 30-ാം തീയതി നിങ്ങൾക്ക് ഫൈനലി അറിയാൻ പറ്റും. 4-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണോ അതിന് ഒരു 2-3 ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ 4-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിന് 2 ദിവസം മുൻപുള്ള ദിവസങ്ങളിൽ അഡ്മിറ്റ് കാർഡ് വരുള്ളൂ. സോ നിങ്ങളുടെ എക്സാം ഡേറ്റിന് തൊട്ട് മുന്നേ 2 മുതൽ 3 ദിവസത്തിനകം, മിക്കപ്പോഴും ഈ റീസെന്റ് കേസ് കാണുന്നത് 2 ദിവസത്തിന് മുൻപ് അല്ലെങ്കിൽ 2ാമത്തെ ദിവസമാണ് ആ ഒരു അഡ്മിറ്റ് കാർഡ് വരുന്നത്. അപ്പൊ അഡ്മിറ്റ് കാർഡ് 2-3 ദിവസത്തിനകം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ 2-3 ദിവസത്തിനകം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുൻപ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ആകും. ഇനി ഈ ഒരു സ്ലോട്ട് എക്സസൈസ് നിങ്ങൾ ഓപ്ഷൻ ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാമിന് വില്ലിംഗ് ആണെന്ന് കാണിക്കാനുള്ള ഒരു വില്ലിംഗ്നെസ് കാണിക്കാനായിട്ട് ഒരു ഫീഡ്ബാക്ക് മൊഡ്യൂൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് 28-ാം തീയതി, ജനുവരി 28-ാം തീയതിക്കുള്ളിലാണ് ഈ ഒരു സ്ലോട്ട് ബുക്കിംഗ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സബ്മിഷൻ പറ്റുന്നത്. ഇത് രണ്ടും ചെയ്തിട്ടില്ല, സ്ലോട്ട് ബുക്കിംഗും ചെയ്തിട്ടില്ല, ഈ ഒരു മൊഡ്യൂൾ ഫീഡ്ബാക്ക് മൊഡ്യൂളും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ SSC എടുക്കുക, നിങ്ങൾ എക്സാം എഴുതാൻ വില്ലിംഗ് അല്ല എന്ന രീതിയിലായിരിക്കും എടുക്കുക. സോ മറക്കാതെ നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ലോട്ട് കിട്ടിയില്ലെങ്കിൽ കൂടിയും ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ 28-ാം തീയതിക്കുള്ളിൽ ആ ഒരു ഫീഡ്ബാക്ക് മൊഡ്യൂൾ എന്താണ് ആ ഒരു വില്ലിംഗ്നെസ്, അതിൽ നിങ്ങളുടെ എക്സാം എഴുതാൻ കൺഫേം ആണ്, നിങ്ങൾ വില്ലിംഗ് ആണെന്നുള്ള കൺഫർമേഷൻ കൊടുക്കുക. ഇത് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോ എന്തായാലും കണ്ടല്ലോ, അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്യില്ല. സോ മറക്കാതെ സബ്മിഷൻ കൊടുക്കുക. അപ്പൊ എന്തായാലും സ്ലോട്ട് ബുക്കിംഗ് എല്ലാം ചെയ്ത് 25-ാം തീയതിക്ക് മുൻപ് തന്നെ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക? മാക്സിമം MCQs ചെയ്ത് നോക്കുക, മാക്സിമം അതിന്റെ എനാലിസിസ് പോവുക, GK സൈഡ് ഇംഗ്ലീഷും നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്ത് തന്നെ കൂടുതൽ ഊന്നൽ കൊടുത്ത് ഈ 2 സെഷൻസും പഠിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്രാഷ് കോഴ്സ്, ഒരു അനാലിസിസ് സെഷനും കൂടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് അനാലിസിസ് പോകാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക. അപ്പൊ ഇതിന് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്താൽ ലഭിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് AZB ലേണിംഗ് ആപ്പിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനിവേ നിങ്ങളുടെ എക്സാംസിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.